നമസ്കാരം. യുഎഇയുടെ മണ്ണിൽ ഇനി വിപ്ലവത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ്. 18 വയസ്സെന്നാൽ സാധാരണക്കാർക്ക് കോളേജ് പഠനത്തിന്റെയും സൗഹൃദങ്ങളുടെയും പ്രായമാണെങ്കിൽ യുഎഇയിൽ ഇനി മുതൽ അത് വൻകിട ബിസിനസ് തീരുമാനങ്ങളുടെയും നിയമപരമായ കരുത്തിന്റെയും കൂടി പ്രായമാണ്. രാജ്യം കണ്ട ഏറ്റവും വിപ്ലവകരമായ സിവിൽ നിയമമാറ്റത്തിലൂടെ പ്രായപൂർത്തിയാകാനുള്ള പരിധി 21 നിന്ന് 18 കുറച്ചിരിക്കുകയാണ് യുഎഇ ഭരണകൂടം. എന്നാൽ ഇതിലും അമ്പരപ്പിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്. കോടതികളുടെ പ്രത്യേക അനുമതിയോടെ 15-ാം വയസ്സിൽ പോലും ഒരാൾക്ക് ബിസിനസ് ലോകത്തേക്ക് ചുവടുവെക്കാൻ സാധിക്കുമെന്നതാണ്. യുവതലമുറയെ സാമ്പത്തികമായി ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. എന്താണ് ഈ നിയമമാറ്റത്തിന് പിന്നിലെ രഹസ്യം? ഒരു 18 വയസ്സുകാരന് യുഎഇയിൽ ഇനി എന്തൊക്കെ സ്വന്തമായി ചെയ്യാം? യുഎഇ ഭരണകൂടം അടുത്തിടെ പ്രഖ്യാപിച്ച സിവിൽ ഇടപാട് നിയമത്തിലെ മാറ്റങ്ങൾ രാജ്യത്തെ യുവജനങ്ങൾക്കും പ്രവാസികൾക്കും വലിയ സ്വാധീനം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2026 ജനുവരി 1 മുതലാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. നേരത്തെ യുഎഇയിൽ പ്രായപൂർത്തിയായവരായി കണക്കാക്കിയിരുന്നത് 21 വയസ്സുള്ളവരെയായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമപ്രകാരം 18 വയസ്സ് തികയുന്നതോടെ ഒരാൾക്ക് പൂർണ്ണമായ നിയമപരമായ ഉത്തരവാദിത്തം ലഭിക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. അതിനാൽ ഇനി മുതൽ 18 വയസ്സുള്ളവർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും കരാറുകളിൽ ഒപ്പിടാനും ബിസിനസ് ആരംഭിക്കാനും ഒക്കെ സാധിക്കും. ഈ തീരുമാനത്തെ ഇതിനോടകം തന്നെ യുവജനം അംഗീകരിച്ചു കഴിഞ്ഞു. കൂടാതെ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുമായും യുഎഇയിലെ തന്നെ തൊഴിൽ ഗതാഗത നിയമങ്ങളുമായും ഒക്കെ പൊരുത്തപ്പെടുന്ന രീതിയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിനാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് മികച്ച ഒരു തീരുമാനം തന്നെയാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നത് 15 വയസ്സ് തികഞ്ഞവർക്ക് തങ്ങളുടെ ആസ്തികൾ അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിച്ച സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ അനുവാദം തേടി കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇത് 15 വയസ്സിൽ സ്വന്തമായി ചെയ്യാനുള്ള അവകാശമല്ല, മറിച്ച് കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിലും അനുവാദത്തിലും മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതേസമയം കുട്ടികളിലെ സംരംഭകത്വ ശീലം വളർത്താനും ബിസിനസ് താല്പര്യമുള്ള യുവജനങ്ങളെ പിന്തുണയ്ക്കാനുമായിട്ടാണ് ഈ മാറ്റം. യുഎഇയിലെ പ്രവാസികൾ അവകാശികളെ നിശ്ചയിക്കാതെ മരണപ്പെടുകയും അവർക്ക് മറ്റ് നിയമപരമായ പിന്തുടർച്ച അവകാശികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവരുടെ സ്വത്തുക്കൾ ഇനി മുതൽ സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളിലേക്ക് മാറ്റപ്പെടും. നേരത്തെ ഇത്തരം സ്വത്തുക്കൾ സർക്കാർ നേരിട്ട് കണ്ടുകെട്ടുകയായിരുന്നു പതിവ്. എന്നാൽ ഇനി മുതൽ ഇക്കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. കൂടാതെ അപകടങ്ങളോ മറ്റോ സംഭവിക്കുമ്പോൾ നൽകുന്ന ബ്ലഡ് മണിക്ക് പുറമെ ഇരകൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് നിലവിലുള്ള നഷ്ടപരിഹാരം മതിയാകില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഇത് ഇരകൾക്ക് വലിയ ആശ്വാസമാകും. യുഎഇയിലെ ഈ നിയമപരിഷ്കാരം വരാനിരിക്കുന്ന ഒരു വലിയ തലമുറ മാറ്റത്തിന്റെ മുന്നോടിയാണ്. 18 വയസ്സിൽ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിലൂടെ ആത്മവിശ്വാസമുള്ള ഒരു യുവ സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. വെറും ഡിഗ്രി സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുന്നതിന് പകരം പ്രായോഗികമായ ബിസിനസ് ലോകത്തേക്ക് ഇറങ്ങാൻ പ്രവാസി യുവാക്കൾക്കും ഇത് വലിയ അവസരമാണ്. നിയമങ്ങൾ ലളിതമാക്കുന്നതോടൊപ്പം സുരക്ഷയും നീതിയും ഉറപ്പാക്കുന്ന യുഎഇയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശംസ നേടിയതാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മടിക്കാത്ത ഈ രാജ്യം യുവാക്കളെ മുൻനിർത്തി ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. വരും വർഷങ്ങളിൽ യുഎഇയിലെ ബിസിനസ് മേഖലയെ നയിക്കുന്നത് ഈ പുതിയ കരുത്തായിരിക്കും. ഈ നിയമമാറ്റം വെറുമൊരു പ്രായപരിധി കുറയ്ക്കൽ മാത്രമല്ല, ലോകത്തെ ഏറ്റവും മികച്ച യുവ സംരംഭകത്വ ഹബ്ബായി യുഎഇയെ മാറ്റാനുള്ള ഒരു മാസ്റ്റർ പ്ലാനിന്റെ കൂടി ഭാഗമാണ്.